പ്രതിപക്ഷ ഉപനേതൃ വിവാദത്തിൽ CPM-നെതിരെ ആഞ്ഞടിച്ച് CPI. എല്ലാ കീഴ്വഴക്കവും മാറേണ്ടി വന്നാൽ മാറിയേ തീരുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചു. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെങ്കിൽ CPIക്ക് ഉപനേതൃസ്ഥാനം അനിവാര്യമാണ്. ജനാധിപത്യപരമാകുമ്പോൾ എല്ലാ സ്ഥാനവും പങ്കുവച്ചാണ് മുന്നോട്ട് പോകേണ്ടതെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. ഇവിടെ ഇപ്പോൾ വിവാദമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രതിപക്ഷ ഉപനേതാവിനെ പറ്റിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനകത്ത് തർക്കമേ ഇല്ല, സംശയവുമില്ല. ആ സ്ഥാനം CPIക്ക് അവകാശപ്പെട്ട ഒന്നാണ്. അവിടെ കീഴ്വഴക്കം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി പോകാൻ ആർക്കും കഴിയില്ല. എല്ലാ കീഴ്വഴക്കവും മാറേണ്ടി വന്നാൽ മാറിയേ തീരൂ. അതിനാൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അത് CPIക്ക് ലഭിച്ചേ തീരുമെന്ന് CPI പറയുന്നത് LDF-നെ ദുർബലമാക്കാൻ വേണ്ടിയല്ല, ശക്തമാക്കാൻ വേണ്ടിയാണ്. പക്ഷേ LDF-നകത്ത് ആ ബോധം വേണം. അത് ഇടതുപക്ഷമാണ്, ജനാധിപത്യപരമാകണം, അത് മുന്നണിയാകണം എന്ന് വരുമ്പോൾ എല്ലാ സ്ഥാനമാനങ്ങളും എല്ലാ പദവികളും പങ്കുവെച്ചുകൊണ്ട് പോയ തീരുവെന്ന് CPI വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ CPM-ന്റെ അഖിലേന്ത്യാ നേതൃത്വം ഇടപെട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുമോ? അഖിലേന്ത്യാ നേതൃത്വ വിഷയം സംസ്ഥാന നേതൃത്വത്തിന് വിട്ടുണ്ട് രാജിംസ്. അത് മറ്റന്നാൾ ഒരു ഉപേക്ഷ ചർച്ച ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. CPI ഇതുവരെയുള്ള ഒരു നിലപാടിലല്ല ഇപ്പോഴുള്ളത്. അത് കുറച്ചുകൂടെ കടുപ്പിക്കുന്നുണ്ട് CPI. അത് കിട്ടിയേ മതിയാകൂ എന്ന ലൈനിലേക്കാണ് CPI ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് CPM സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. അത് വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം CPIയുടെ ജനറൽ സെക്രട്ടറി D രാജയും CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയുമായി സംസാരിക്കുകയുണ്ടായി. അങ്ങനെ MA ബേബി കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരു ഉപേക്ഷ ചർച്ചയിലേക്ക് CPM നേതൃത്വം വഴങ്ങുകയും അതിന് തയ്യാറാവുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അത് വിട്ടുകൊടുക്കണം എന്ന താല്പര്യം CPM നേതൃത്വത്തിന് ഇല്ല. പക്ഷേ ഒരു മുന്നണിയുടെ കെട്ടുറപ്പിനും മുന്നണിയുടെ മുന്നോട്ട് പോക്കിനും ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്ന ധാരണയിലേക്ക് CPM നേതൃത്വം എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. മറ്റന്നാളത്തുള്ള ചർച്ചയോടുകൂടി ഈ പ്രശ്നത്തിനകത്തൊരു പരിഹാരം ഉണ്ടാകും. അധികാരത്തിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫോർമുല തയ്യാറാക്കി രാജ്യസഭാ സീറ്റോ അങ്ങനെ എന്തെങ്കിലും ഫോർമുല തയ്യാറാക്കി ആ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. ഇപ്പോ അതും കഴിയാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. പ്രതിപക്ഷത്തിരിക്കുകയാണ്, 35 സീറ്റേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് CPM നേതൃത്വം തയ്യാറാകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അജിത്.